ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ലൊരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. മാങ്ങ പെരട്ട അച്ചാറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ മാങ്ങച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം വരെ വെച്ചാലും കേടാവൊന്നുമില്ല കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് വെച്ചാൽ കൂടെ പെട്ടെന്നൊന്നും ചീത്തയാവാത്ത നല്ലൊരു അച്ചാറാണ് കേട്ടത്. ഇപ്പോൾ പിന്നെ പച്ചമാങ്ങയുടെ ഒക്കെ സീസണല്ലേ, അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്തൊക്കെ എടുത്തിട്ടൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊരു മാങ്ങ പെരട്ട അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മാങ്ങച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം കഴുകിയിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു പരന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പ് അതല്ലെങ്കിൽ പൊടിയുപ്പ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഉപ്പൊക്കെ വെതറി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഈ ഒരു മാങ്ങ നമുക്കൊന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കാം. 2 ദിവസമായിട്ട് വേണം കേട്ടോ ഈ ഒരു മാങ്ങ ഒന്ന് ഉണക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉണക്കിയെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഒരു ദിവസം വെച്ചതിന് ശേഷം വെയിലത്ത് വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം വെയിൽ കൊണ്ടപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ഉണങ്ങി കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കല്ലുപ്പൊക്കെ ഇങ്ങനെ അലിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. മാങ്ങ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും ഈ ഒരു മാങ്ങ കഷ്ണങ്ങളൊന്ന് ഉണക്കിയെടുക്കാം. പിറ്റേ ദിവസം ആയപ്പോൾ മാങ്ങ വീണ്ടും ഉണക്കാനായിട്ട് ഇടുകയാണ് കേട്ടോ. ഒരു പരന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുത്തിട്ട് ഇതൊരു വെയിലും കൂടെ ഒന്ന് കൊള്ളിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് 2 വെയിൽ കൊണ്ടതിന് ശേഷം ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ പൊട്ടും വെള്ളം നനവൊന്നുമില്ല കേട്ടോ. ആ ഒരു ഉപ്പൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഉപ്പ് വെള്ളമൊന്നുമില്ല. പിന്നെ ഈ ഒരു മാങ്ങ നമ്മൾ ഉണക്കിയെടുക്കുമ്പോൾ നല്ലോണം അങ്ങനെ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 വെയിൽ മാത്രം ഒന്ന് കൊള്ളിച്ചിട്ട് എടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ ഒരു അച്ചാറിന് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉലുവയുടെ കളറൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കുക. കടുകും ചേർത്ത് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ പെരിഞ്ജീരകം ഒന്നും ചേർത്ത് കൊടുക്കൊന്നുമില്ല. പക്ഷേ ഈ ഒരു അച്ചാറിന് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു പെരിഞ്ജീരകമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനൊക്കെയായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് അതേ ചീനച്ചട്ടിയിലോട്ട് ഒരു 10 വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ നല്ല കളർ ഉണ്ടാവും അച്ചാറിന്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലൊക്കെ കഴുകിയിട്ട് വെള്ളമൊക്കെ നല്ലോണം പോയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് രണ്ടും നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നല്ലോണം തന്നെ ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇത് ചൂടാറിന് ശേഷം ഒട്ടും വെള്ളം നനവൊന്നുമില്ലാത്ത മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു കടുകും ഉലുവയും പെരിഞ്ജീരകം ഉണ്ടല്ലോ വറുത്ത് വെച്ചത്, അതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. ഞാനിവിടെ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2 കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലോണം തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ തുടച്ചെടുത്തതിന് ശേഷം ഒന്ന് ചതച്ചിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ അതേ ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണയിൽ ചെയ്യുമ്പോഴാണ് അച്ചാർ പെട്ടെന്നൊന്നും ചീത്തയാവാണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഈ ഒരു എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ അച്ചാറൊക്കെ പെട്ടെന്നൊക്കെ ചീത്തയാവേണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ കായംപ്പൊടി ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പൊടി കൂടെ ചേർക്കുക. എന്നിട്ട് അടുപ്പ് സിമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ കഷ്ണങ്ങളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണമൊന്നുമില്ല കേട്ടോ. മാങ്ങ ഉണക്കിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർക്കണില്ല കേട്ടോ. നിങ്ങൾക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ചേർത്തിട്ടൊക്കെ മിക്സാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് വിനാഗിരി കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 കപ്പോളം വിനാഗിരിയാണ് കേട്ടോ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തതിന് ശേഷം ഈ ഒരു മാങ്ങ കഷ്ണം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ നല്ലോണം തന്നെ ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു കുപ്പിയിലാക്കി വെക്കാം കേട്ടോ. എന്നിട്ടത്
ആവശ്യാനുസരണമൊക്കെ എടുത്തിട്ടൊക്കെ ഉപയോഗിക്കാം. ഈ ഒരു അച്ചാർ നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാണ്ട് ഒരാഴ്ചയൊക്കെ വെച്ചിട്ട് അതിൽ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷമൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് ഒരു കുപ്പിയിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുപ്പിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ളതായിരിക്കണം കേട്ടോ. ഒട്ടും വെള്ളം നനവൊന്നും ഉണ്ടാവാനൊന്നും പാടില്ല. വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള കുപ്പിയിലൊക്കെ വേണം കേട്ടോ അച്ചാറൊക്കെ സൂക്ഷിച്ച് വെക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ആകുമ്പോൾ ഇത് ഒരുപാട് നാൾ കേടാവാണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു മാങ്ങ പെരട്ട് അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കണേ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.